വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ നമുക്ക്. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി 800 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഇത് നന്നായി കഴുകി വെള്ളം തുടച്ചതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്ത് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായി 2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും വറുത്തെടുക്കാം. വറുത്തെടുത്ത ഉലുവയും കടുകും പൊടിച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആകെ 60 ml നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. എല്ലാം ഈ പരുവമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് എണ്ണയുടെ ചൂട് കുറച്ച് കുറയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവയും കടുകും ഇതെല്ലാം ചട്ടിയിലേക്കിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് പൊടികൾ മൂപ്പിച്ചെടുക്കണം. പൊടികൾ മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനെഗറിന്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായി 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാങ്ങ ചേർത്ത് മിക്സ് ചെയ്യാം. അവസാനമായി ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം.